സെൻസർ ആണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് വരില്ല. കാരണം ഇതേതെങ്കിലും കാരണവശാൽ ഡാമേജായി ഇതിനുള്ളിൽ വെള്ളം പോയി കഴിഞ്ഞാൽ ഇതിൽ നിന്നും വെള്ളത്തിലേക്ക് എർത്ത് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നോക്കുന്നത് ഈ ഹാൻഡ് ഓട്ടോ സ്വിച്ച് ഉപയോഗിച്ച് ഈ കോണ്ടാക്ടർ എങ്ങനെയാണ് കൺട്രോൾ വയറിംഗ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AKR ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനൽ. AKR ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ വഴി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക് റിലേറ്റഡ് വീഡിയോസാണ് കൂടുതലായും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോകൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തുടർന്നും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാവുന്നതാണ്. നമ്മൾ നേരെ വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നമ്മളത് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് 3 ഫേസ് മോട്ടോർ അല്ലെങ്കിൽ സിംഗിൾ ഫേസ് മോട്ടോർ ഹാൻഡ് ഓട്ടോ സ്വിച്ച് ഉപയോഗിച്ച് ഈ കോണ്ടാക്ടർ എങ്ങനെയാണ് കൺട്രോൾ വയറിംഗ് ചെയ്യുന്നത്, അതിന്റെ പവർ വയറിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ്. കൂടാതെ നമ്മൾ ഇതിൽ ഫ്ലോട്ട് സ്വിച്ച് കൂടി കണക്ട് ചെയ്ത് കാണിക്കുന്നതാണ്. ഒരുപാട് കൂട്ടുകാർ അതിനോട് സംശയം ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഈ ഫ്ലോട്ട് സ്വിച്ച് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അതുകൂടാതെ ഈ ഹാൻഡ് ഓട്ടോ സ്വിച്ച് എങ്ങനെയാണ് കണക്ട് ചെയ്യുക, അതിന്റെ ലൈവ് വയറിംഗ് കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞാനിതിനു മുമ്പ് ഇതിൻ്റെയൊക്കെ ഡ്രോയിങ് വിവരിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ വയറിംഗിലേക്ക് പോകാം. ഇപ്പോൾ ഞാനിവിടെ പവർ കിട്ടാൻ വേണ്ടി ഇവിടെ RYB നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു 3 ഫേസ് RCB ആണ് എടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ സിംഗിൾ ഫേസ് വേണമെങ്കിൽ സിംഗിൾ ഫേസ് കണക്ട് ചെയ്യാം. 3 ഫേസ് മോട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3 ഫേസ് RCB തന്നെ ഉപയോഗിക്കുക. കൺട്രോൾ വയറിങ്ങിനുള്ള ഒരു ബ്രേക്കറാണ്, കൺട്രോൾ വയറിംഗ് ഓൺ ഓഫ് ചെയ്യാനുള്ള ബ്രേക്കറാണ്. കൂടാതെ ഒരു 16 ആംപിയർ 4 പോൾ കോണ്ടാക്ടർ, 3 പോൾ ആയാലും മതിയാവും. 4 പോൾ കോണ്ടാക്ടറാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഓവർലോഡ് റിലേ ആണ്. ഇത് തെർമൽ ഓവർലോഡ് റിലേ ആണ്. ഇവിടെ 1.7 to 2.4 ആണ് ഇവിടെ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അതാണ് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ മോട്ടറിൻ്റെ ലോഡ് അനുസരിച്ചാണ് ഇത് സെലക്ട് ചെയ്യേണ്ടത്. OLRന്റെ ഫംഗ്ഷനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതാണ്. ഐ ബട്ടണിലും കൊടുക്കുന്നതാണ്. പിന്നീട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ കണക്ടറാണ്. ഈ കണക്ടറിൻ്റെ പേര് LMX കണക്ടർ എന്നാണ്. നിങ്ങൾ കാണാം, ഇതുപോലെ റെയിൽ മൗണ്ട് ചെയ്യുന്ന കണക്ടറാണിത്. ഇതിൻ്റെ ഒരു സൈഡ് ഓപ്പൺ ആയിരിക്കും, ഈ സൈഡ് ക്ലോസും ആയിരിക്കും. നമ്മൾ ഇതുപോലെ ഇതിലേക്ക് പ്രസ് ചെയ്ത് ഇതിൽ ഫിക്സ് ചെയ്യാവുന്നതാണ്. ആദ്യം പവർ വയറിങ്ങിലേക്ക് തന്നെ പോകാം. പവർ വയറിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൽ നിന്നും ഇതിലേക്ക് ഡയറക്റ്റ് ലൂപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് മാറ്റി സ്ഥാപിക്കാം. ഇത് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യാം. R ഫേസ് L1ലേക്ക് കണക്ട് ചെയ്തു. അതുപോലെ തന്നെ അടുത്തത് Y ഫേസ് ആണ്. Y ഫേസ് L2ലേക്ക് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ബ്ലൂ ഫേസ്. ഇപ്പോൾ RYB നമ്മൾ കോണ്ടാക്ടറിലേക്ക് കണക്ട് ചെയ്തു. കോണ്ടാക്ടറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഈ കാണുന്ന T1 T2 T3 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് മോട്ടറിലേക്ക് കൊടുക്കുന്നത്. RYB കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ മുകളിൽ കാണുന്നത് 95, 96, 97, 98 എന്നിവ OLRന്റെ NONC പോയിന്റുകളാണ്. പിന്നീട് നമുക്ക് ഒരു ലൂപ്പ് ചെയ്യേണ്ടത് കൺട്രോൾ സപ്ലൈക്കായി R ഫേസിൽ നിന്നും നമ്മൾ ഒരു വയർ ഇതിലേക്ക് ഈ MCBയിലേക്ക് ലൂപ്പ് ചെയ്യുക. ഇത് C10 ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇത് കൺട്രോൾ വയറിങ്ങിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ MCB ഉപയോഗിക്കുന്നത്. ഇതൊരു C6ഓ C5ഓ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏറ്റവും കുറഞ്ഞത് ഉപയോഗിച്ചാൽ മതിയാവും. ഇതിൽ ലോഡ് കൂടുതലൊന്നും വരാനില്ല. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫ്യൂസ് ഹോൾഡർ കിട്ടും. ഫ്യൂസ് ഹോൾഡർ ഇതുപോലെ ഫ്യൂസ് മാറിയിടാവുന്നതാണ്. ഫ്യൂസ് നമുക്ക് മാറിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള ഫ്യൂസ് ഹോൾഡർ ഇവിടെ ഫിക്സ് ചെയ്താൽ മതിയാവും. ഇതുപോലെ ഇതിവിടെ ക്ലാമ്പ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ MCB തന്നെ ഉപയോഗിക്കാം. ഈ കണക്ടർ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ഇതിൽ കൂടിയാണ് നമ്മൾ കൺട്രോൾ സപ്ലൈ ഫ്ലോട്ട് സ്വിച്ച് കണക്ട് ചെയ്യുന്നത്. അതുപോലെ എന്തൊക്കെ വേണോ അതെല്ലാം ഇതിൽ കൂടി കണക്ട് ചെയ്യാവുന്നതാണ്. ഫ്ലോട്ട് സ്വിച്ച് ലോ ലെവൽ വേണോ ഹൈ ലെവൽ വേണോ ഏത് വേണമെങ്കിലും നമുക്ക് ഇതുവഴി ലൂപ്പ് ചെയ്താണ് ഇതിൻ്റെ കൺട്രോൾ വയറിംഗ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കൺട്രോൾ സപ്ലൈ വയറിംഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് വയറിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈം കൂടുതൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ നേരത്തെ വയറിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ RCBയുടെ ഔട്ട്പുട്ടിൽ നിന്നും R ഫേസ് ഒരു ലൂപ്പ് എടുത്ത് നമ്മുടെ കൺട്രോൾ സപ്ലൈയുടെ MCBയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും ഒരു വയർ ഈ OLRന്റെ 97ലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ഈ OLRന്റെ കംപ്ലീറ്റ് ഫംഗ്ഷൻ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ട്രിപ്പിംഗ് എങ്ങനെയാണ് ഇതെല്ലാ ഫംഗ്ഷനും ഞാൻ അതിൽ വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് അത് കാണാവുന്നതാണ്. കൂടാതെ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും ഒരു വയർ ഈ ഫസ്റ്റ് കണക്ടറിലേക്ക് ഈ LMX കണക്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് രണ്ടാമത്തെ കണക്ടറിൽ നിന്നും മൂന്നാമത്തെ കണക്ടറിലേക്ക് ഒരു ലൂപ്പ് വയർ കൊടുത്തിട്ടുണ്ട്. ആ കൂടെ അഡീഷണലായി ഒരു വയർ കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഹാൻഡ് ഓട്ടോ സ്വിച്ചിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ്. അടുത്തതായി നാലാമത്തെ കണക്ടറിലും ഒരു വയർ നമ്മളിതുപോലെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ കണക്ട് ചെയ്തിരിക്കുന്ന വയർ നമ്മുടെ ഹാൻഡ് ഓട്ടോ സ്വിച്ചിൻ്റെ ഓട്ടോ പൊസിഷനിൽ പോകുന്നതിന് വേണ്ടിയാണ്. ഇതിൻ്റെ ബാക്കി കണക്ഷൻ ഞാൻ തുടർന്ന് വിവരിക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇതുപയോഗിച്ച് നമുക്ക് എമർജൻസി സ്റ്റോപ്പ് പുഷ് ബട്ടണോ എന്ത് വേണമെങ്കിലും ഈ കൺട്രോൾ സപ്ലൈയിൽ നമുക്ക്
ഇവിടെ ലൂപ്പ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ കണക്ടർ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബാക്കി കണക്ടറുകളിലൊന്നും സപ്ലൈ കൊടുത്തിട്ടില്ല. അതങ്ങനെ ഇത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇനി സീരീസ് ആയി കൊടുക്കണമെന്ന് മാത്രം. ബാക്കി കണക്ടറുകളിൽ നമുക്ക് സീരീസ് ആയി എത്ര പ്രൊട്ടക്ഷൻ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഹാൻഡ് ഓട്ടോ സ്വിച്ചും ഒരു ഫ്ലോർ സ്വിച്ചിൻ്റെ കണക്ഷന് വേണ്ടിയിട്ടാണ് ഇത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹാൻഡ് ഓട്ടോ സ്വിച്ച് ഞാൻ ഇവിടെ വയറിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഹാൻഡ് ഓട്ടോ സ്വിച്ചിൻ്റെ 2 പോയിന്റിൽ നമ്മൾ ഇതുപോലെ ഒരു ലൂപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും ചെറിയൊരു വയർ കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ വയർ ഈ OLRൻ്റെ 95ലേക്കാണ് പോകേണ്ടത്. ഇത് നമുക്കിവിടെ 95ലേക്ക് കണക്ട് ചെയ്യാം. റൈറ്റിലേക്ക് ഓട്ടോ പൊസിഷൻ, സെൻറ്റർ ഓഫ് പൊസിഷൻ, ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുത്താൽ ഇത് ഹാൻഡ് പൊസിഷനുമാണ്. ഈ സെക്കൻഡ് പോയിന്റിൽ നിന്നും നമുക്ക് ഈ റൈറ്റ് സൈഡിലെ ഈ കാണുന്ന ഇതിൻ്റെ ഇവിടെയാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. ഈ ഹാൻഡ് ഓട്ടോ സ്വിച്ചിൻ്റെ ഈ പോയിന്റിലേക്ക് 3 എന്നെഴുതിയിരിക്കുന്ന ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. ഈ പോയിന്റ് റൈറ്റ് സൈഡിലുമായി, അതായത് ഈ പൊസിഷൻ ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇവിടെ കണക്ട് ചെയ്യേണ്ടത്. റൈറ്റ് സൈഡാണ് ഓട്ടോ പോയിന്റ്. ഈ വയർ ഓട്ടോ പോയിന്റിനുള്ളതാണ്. ഓട്ടോ പോയിന്റ് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യുക. ഹാൻഡ് ഓട്ടോ സ്വിച്ചിൻ്റെ വയറിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ OLRൻ്റെ 96ൽ നിന്നും നമുക്ക് A1ലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ കാണാം, ഇവിടെ A1 A2 എഴുതിയിട്ടുണ്ട്. കോൺടാക്ടറിൻ്റെ കോയിൽ പോയിന്റാണ് ഈ കാണുന്നത് A1 A2. ഇത് 230 വോൾട്ട് 240 വോൾട്ട് 50 ഹെർട്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ A1ലേക്ക് നമുക്കൊരു വയർ കണക്ട് ചെയ്യാം. ഈ 96ൽ നിന്നും, അതായത് ഈ OLRൻ്റെ നോർമൽ ക്ലോസ് പോയിന്റിൽ നിന്നും ഒരു വയർ ഇതിലേക്ക് കണക്ട് ചെയ്യാം. അതിനായി ഒരു വൈറ്റ് വയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൺട്രോൾ വയറിങ്ങിന് സാധാരണ ബ്ലാക്ക് വയറാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഫെറൂള് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് മാർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് സാധാരണ വയറിംഗ് വരുന്നത്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇതുപോലെ കളർ ഉപയോഗിച്ചെന്ന് മാത്രം. ഈ 96ൽ നിന്നും കോൺടാക്ടറിൻ്റെ കോയിൽ പോയിന്റ് A1ലേക്ക് ഒരു വയർ കണക്ട് ചെയ്തു. ഇതിൻ്റെ കൂടെ ഒരു വയർ കൂടെ കണക്ട് ചെയ്യണം. ഞാനത് വിട്ടുപോയതാണ്. നമുക്ക് ഇൻഡിക്കേഷൻ കൂടി കൊടുക്കണം. ഇതിനായി ഞാനിവിടെ ട്രിപ്പ് ഇൻഡിക്കേഷനും റൺ ഇൻഡിക്കേഷനും വേണ്ടി 2 ഇൻഡിക്കേഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി വയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം 2 പോയിന്റ്, ഇതിൻ്റെ രണ്ടിൻ്റെയും കോമൺ പോയിന്റ് ഇവിടെ ന്യൂട്രൽ കൊടുക്കാൻ വേണ്ടി ഒരു വയർ കൂടി ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നതാണ്. റെഡ് ഇൻഡിക്കേഷൻ ഒരു വയർ നമ്മളിവിടെ 98ലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ട്രിപ്പ് ഇൻഡിക്കേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 98ൽ കണക്ട് ചെയ്തത്. ഈ കാണുന്ന യെല്ലോ ഇൻഡിക്കേഷൻ്റെ ഒരു വയർ നമ്മൾ ഇവിടെ 96ൽ കണക്ട് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഈ OLRലേക്ക് സപ്ലൈ വരുമ്പോൾ ഇത് ഓൺ ആകുന്നതിന് വേണ്ടിയാണ്. OLRലേക്ക് സപ്ലൈ വന്ന് ഈ OLR ട്രിപ്പ് അല്ലെങ്കിൽ റൺ ഇൻഡിക്കേഷൻ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ നമ്മളിപ്പോൾ 96ൽ ഇത് കണക്ട് ചെയ്തത്. യെല്ലോ ഇൻഡിക്കേഷൻ്റെ വയർ നമ്മൾ 96ലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വയർ എല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടാവും. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാകുകയുള്ളൂ. അടുത്തതായി നമുക്ക് ഈ 2 ഇൻഡിക്കേഷൻ്റെ ന്യൂട്രൽ കോമൺ പോയിന്റാണ് ഈ കാണുന്നത്. ഈ വയർ നമ്മൾ ഇവിടെ A2ലാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഈ വയർ ന്യൂട്രൽ എവിടെയാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അവിടെ ലൂപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാനിവിടെ ഒരു വയർ ഇവിടെ ഈ RCCBയിൽ നിന്നും ഇതിൻ്റെ A2 പോയിന്റിലേക്ക് ഒരു ന്യൂട്രൽ കൊടുക്കുന്നുണ്ട്. അവിടേക്കാണ് ഞാനിപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നത്. കണ്ടക്ടറിൻ്റെ A2 പോയിന്റിലേക്ക് ഈ 2 വയറും കൂടി ഒന്നിച്ച് ഈ ഇൻഡിക്കേഷൻ്റെ ന്യൂട്രൽ പോയിന്റും ഈ മെയിൻ ന്യൂട്രലും ഇതിലേക്ക് ഈ A2ലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഈ കൺട്രോൾ സപ്ലൈ ഇവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സപ്ലൈ വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഔട്ട്പുട്ടിലും സപ്ലൈ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹാൻഡ് പൊസിഷനിലും ഓട്ടോ പൊസിഷനിലും ഇത് വർക്ക് ചെയ്യുന്നതല്ല. കാരണം നമ്മളിവിടെ എല്ലാം ഓപ്പണിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ലൂപ്പ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൽ എന്താണോ നമുക്ക് കണക്ട് ചെയ്യേണ്ടത്, ഫ്ലോർ സ്വിച്ച് ആണോ പ്രഷർ സ്വിച്ച് ആണോ എന്താണോ കണക്ട് ചെയ്യേണ്ടത് അത് കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് വർക്ക് ചെയ്യുകയുള്ളൂ. നിങ്ങൾക്ക് കാണാം ഇവിടെ സപ്ലൈ വന്നിട്ടുണ്ട്. ഈ ഫസ്റ്റ് കണക്റ്റിൽ നമുക്ക് സപ്ലൈ വന്നിട്ടുണ്ട്. ഈ സെക്കൻഡ് പോയിന്റിൽ സപ്ലൈ വന്നിട്ടുമില്ല. അതിനായി നമുക്ക് ഒരു ഫ്ലോർ സ്വിച്ച് ആദ്യം കണക്ട് ചെയ്ത് നോക്കാം. പമ്പ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതാണ്. അതിനുവേണ്ടി നമുക്കൊരു ഫ്ലോർ സ്വിച്ച് തന്നെ ഇതിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഈ കാണുന്ന ഫ്ലോർ സ്വിച്ച് ആണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ വയറാണ് ഈ കാണുന്നത്. ഇത് ഒരുപാട് നീളമുള്ള വയറാണ്. ഇതൊരു 5 മീറ്ററിന് മുകളിലുള്ള വയറാണ്. നമുക്ക് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ലീഡ് മാത്രം എടുക്കാം. ഇതിൽ നമുക്ക് ഡ്രൈ റൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നോർമൽ ഓപ്പൺ പോയിന്റ് ആണ്. ഏതാണ് നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ നോർമൽ ഓപ്പൺ പോയിന്റ് ഏതാണ്, കോമൺ പോയിന്റ് ഏതാണെന്നുള്ളത് ഇത് ചെക്ക് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഡാറ്റ ഏതാണോ അത് നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കാറ്റലോഗ് കിട്ടിയിട്ടുണ്ട്. നമുക്കതിൽ നോക്കിയിട്ട് ഇത് എന്താണ്, ഏതൊക്കെ വയറാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പുതിയതാണിത്. ഇതിൻ്റെ വെയിറ്റ് ആണ് ഈ കാണുന്നത്. ഇതുപോലെ വയറിനുള്ളിലേക്ക് ഈ ഹോൾ വഴി കയറ്റി ഇത് ഫിക്സ് ചെയ്യുക. നമുക്ക് എത്ര നീളത്തിൽ സെറ്റ് ചെയ്യണം എന്നുള്ളത് അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് മുകളിലും താഴെയും ഒരു വയർ ടൈ അടിച്ചു കഴിഞ്ഞാൽ ഇത് ഫിക്സ് ആയി നിൽക്കുന്നതാണ്. നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല. വെള്ളത്തിലേക്ക് ഇടുമ്പോൾ മാത്രം അത് യൂസ് ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ ഇത് കാണിക്കുന്നതിന് വേണ്ടി ഇതിപ്പം യൂസ് ചെയ്യേണ്ട കാര്യമില്ല. മൗണ്ടിങ് സ്വിച്ച് ഇത് എങ്ങനെയാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. മൗണ്ടിങ് ഓഫ് ദ സ്വിച്ച് യൂസ് വയേഴ്സ് ബ്രൗൺ ആൻഡ് ബ്ലാക്ക് വിത്ത് ദസ് കോൺടാക്ട്സ് റെഗുലർ ക്ലോസസ് വെൻ ഡൗൺ. അതായത് ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ, അതായത് താഴേക്ക് നിൽക്കുമ്പോൾ ഇത് ക്ലോസ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഓപ്പൺസ് വെൻ അപ്പ്, അതായത് മുകളിലേക്ക് ആകുമ്പോൾ ഇത് ഓപ്പൺ ആകുമെന്നാണ് പറയുന്നത്. അതായത് ഈ ബ്രൗണും ബ്ലാക്കും മുകളിലേക്കാകുമ്പോൾ ഓപ്പൺ ആകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് ബ്ലൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ബ്ലൂ വയറിൻ്റെ
കണക്ഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലോസ് വെൻ ആ ഫ്ലോർ സ്വിച്ച് മുകളിലേക്ക് നിൽക്കുമ്പോൾ ഇത് ക്ലോസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ രണ്ട് കളറിലുള്ള വയറുകൾ ബ്ലാക്കും ബ്ലൂവും മുകളിലേക്കുള്ളപ്പോൾ ഇത് ക്ലോസ് ആയിരിക്കും. താഴേക്ക് വന്നാൽ ഈ ഫ്ലോർ സ്വിച്ച് താഴേക്ക് കിടക്കുമ്പോൾ ഇത് ഓപ്പണിലുമായിരിക്കും കാണിക്കുന്നത്. നോർമൽ ക്ലോസ് ആണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ ഇതാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിൽ കാണിച്ചിരിക്കുന്ന ഡാറ്റ പ്രകാരം നമ്മൾ നോർമൽ ക്ലോസ് ആണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ ബ്രൗൺ ആൻഡ് ബ്ലാക്ക് യൂസ് ചെയ്യണം. നോർമൽ ഓപ്പൺ ആണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇത് ഏതാണ് കറക്റ്റ് എന്ന്. ഇപ്പോൾ കോമൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ രണ്ടിലും ബ്ലാക്ക് പറഞ്ഞിട്ടുണ്ട്, അതാണ് കോമൺ പോയിന്റ്. അതായത് നോർമൽ ക്ലോസ് എന്ന് പറയുന്നത് ബ്രൗൺ ആണ്, ഇത് നോർമൽ ഓപ്പണുമാണ്. ഇതിൻ്റെ ഡൗൺ പൊസിഷൻ ബ്ലൂ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താഴേക്ക് വരുമ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ നോർമൽ ഓപ്പൺ. ബ്ലൂ ആൻഡ് ബ്ലാക്ക് നോർമൽ ഓപ്പണും. ഇപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് ഇവിടെ ഫസ്റ്റ് കണക്ടർ പോയിന്റിലേക്കും സെക്കൻഡ് കണക്ടർ പോയിന്റിൽ ഈ ബ്രൗൺ വയറുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കത് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ അത് ഓണാണ്. നമുക്ക് ഹാൻഡ് പൊസിഷനിലേക്ക് ഇട്ട് നോക്കാം. ഇപ്പോൾ ഇവിടെ സപ്ലൈ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്വിച്ച് ഹാൻഡ് പൊസിഷനിലാണ്. ഇത് എപ്പോൾ മുകളിലേക്ക് ആക്കുന്നോ, അതായത് വെള്ളം ഉണ്ടെങ്കിൽ മാത്രം ഇത് വർക്ക് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. അതായത് ഇപ്പോൾ നമ്മുടെ കുളത്തിലോ കിണറ്റിലോ എവിടെയെങ്കിലും ഇത് ഇടുന്നുണ്ടെങ്കിൽ, ഈ ഫ്ലോർ സ്വിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളമുണ്ടെങ്കിൽ ഇത് മുകളിലേക്ക് നിൽക്കും, അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ ഓഫ് ചെയ്താൽ ഇത് ഓഫാകുന്നതാണ്. എപ്പോഴാണോ ഇത് മുകളിലേക്ക്, അതായത് ഈ ഫ്ലോർ സ്വിച്ച് ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്നത്, അപ്പോൾ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇത് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് തനിയെ ഓഫാകുന്നതാണ്. അതാണ് ഈ സിസ്റ്റം. ഇനി നമുക്ക് ഓട്ടോ ഫംഗ്ഷൻ നോക്കാം. ഓട്ടോ ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ അടുത്ത 2 പോയിന്റിൽ കൂടി ഫ്ലോർ സ്വിച്ച് കണക്ട് ചെയ്യാവുന്നതാണ്. ഡ്രൈ റൺ പ്രൊട്ടക്ഷന് വേണ്ടി ഈ പൊസിഷനാണ് ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഈ പൊസിഷനിൽ വരുമ്പോൾ, അതായത് വെള്ളം ഉണ്ടെങ്കിൽ മാത്രം ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നതാണ്. ടാങ്കിലേക്ക് വെള്ളം നിറയ്ക്കുമ്പോൾ നമുക്ക് അടുത്തൊരു ഫ്ലോർ സ്വിച്ച് കൂടി ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്താൽ മതിയാവും. ഇതിപ്പോൾ ഞാനിവിടെ ലൂപ്പ് ചെയ്യുകയാണ്. അതിനായി ഞാനിവിടെ ഒരു ചെറിയ വയർ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ലൂപ്പ് ചെയ്യാം. എൻ്റെ വേറെ ഫ്ലോർ സ്വിച്ച് ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിപ്പോൾ ഇവിടെ ലൂപ്പ് ചെയ്തിരിക്കുകയാണ്. നമുക്കിവിടെ ഫ്ലോർ സ്വിച്ച് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ വാട്ടർ ലെവൽ സെൻസർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കിണറ്റിലേക്കും മുകളിലെ വാട്ടർ ടാങ്കിലേക്കും ഉപയോഗിക്കാവുന്ന 2 സ്ഥലത്തേക്കും ഉപയോഗിക്കാവുന്ന സിംഗിൾ വാട്ടർ ലെവൽ സെൻസർ കിട്ടും. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളും അറിയാവുന്നതാണ്. ഈ കാണുന്ന എല്ലാ ഡിവൈസിൻ്റെയും ആമസോൺ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളും അറിയണമെങ്കിൽ അതിൽ ചെക്ക് ചെയ്യാം. വാങ്ങണമെങ്കിൽ അതിൽ നിന്നും ക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ബാക്കി ഫംഗ്ഷനിലേക്ക് പോകാം. ഇപ്പോൾ നമ്മളിവിടെ ഇത് ലൂപ്പ് ചെയ്തിട്ടുണ്ട്. വാട്ടർ ലെവൽ സെൻസറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു സിംഗിൾ സെൻസർ ഉപയോഗിച്ചാൽ നമുക്ക് ഡ്രൈ റൺ പ്രൊട്ടക്ഷനും ഓവർഫ്ലോ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് സിംഗിൾ സെൻസർ ഉപയോഗിച്ച് ഈ വയറിങ് ചെയ്യാവുന്നതാണ്. ഒരു സിംഗിൾ സെൻസർ മതിയാവും. കൂടാതെ നമുക്ക് ആവശ്യത്തിന് കിണറ്റിലും മറ്റും വെള്ളമുണ്ടെങ്കിൽ, വറ്റാത്ത കിണറൊക്കെ ആണെങ്കിൽ നമുക്ക് താഴേക്കുള്ള ഫ്ലോർ സ്വിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ലൂപ്പ് ചെയ്ത് കൊടുത്താൽ, ഈ ഫസ്റ്റ് 2 പോയിന്റ് ലൂപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇവിടെ മാത്രം ഫ്ലോർ സ്വിച്ച് കണക്ട് ചെയ്താൽ മതിയാവും. ഫ്ലോർ സ്വിച്ച് ഉപയോഗിക്കുന്നത് അത്ര സേഫ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 230 വോൾട്ടാണ് ഡയറക്റ്റ് പോകുന്നത്. സെൻസർ ആണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് വരില്ല. കാരണം ഇതേതെങ്കിലും കാരണവശാൽ ഡാമേജായി ഇതിനുള്ളിൽ വെള്ളം പോയി കഴിഞ്ഞാൽ ഇതിൽ നിന്നും വെള്ളത്തിലേക്ക് എർത്ത് വരാൻ ചാൻസ് ഉണ്ട്. എർത്തായാൽ അപ്പോൾ തന്നെ ഈ ELCB വർക്ക് ചെയ്യുന്നതാണ്. ELCB ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ELCB ട്രിപ്പാവും. ഇല്ലെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഫ്ലോർ സ്വിച്ച് സജസ്റ്റ് ചെയ്യുന്നതല്ല. ഏറ്റവും നല്ലത് വാട്ടർ ലെവൽ സെൻസർ ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഫ്ലോർ സ്വിച്ചിനേക്കാളും നല്ലത് വാട്ടർ ലെവൽ സെൻസറാണ്. ഈ ഒരു ഫ്ലോർ സ്വിച്ചിന് ഏകദേശം 500 മുതൽ 800 രൂപ വരെ വിലയുണ്ട്. 3 മീറ്റർ നീളമുള്ള ഒരു ഫ്ലോർ സ്വിച്ചിന് അത്രയും വിലയുണ്ട്. അതിലും നല്ലത് ഒരു സെൻസർ, വാട്ടർ ലെവൽ സെൻസർ ഉപയോഗിക്കുന്നത് തന്നെയാണ്. വാട്ടർ ലെവൽ സെൻസർ ആകുമ്പോൾ നമുക്ക് കറണ്ട് വെള്ളത്തിൽ പാസ് ചെയ്യത്തില്ല. അതിനകത്തുകൂടി അത്ര വോൾട്ടേജ് ഒന്നും പോകുന്നതല്ല. അത് കാരണം വാട്ടർ ലെവൽ സെൻസറാണ് ഏറ്റവും നല്ലത്. ഓക്കെ, നമുക്ക് ഓട്ടോ ഫംഗ്ഷൻ നോക്കാം. ഇപ്പോൾ ഇത് ഞാൻ ഓട്ടോയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ ഫ്ലോർ സ്വിച്ച് താഴേക്കാണ് കിടക്കുന്നത്. അതായത് നമ്മുടെ കിണറ്റിലോ കുളത്തിലോ വെള്ളമില്ലാത്ത പൊസിഷനിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. ഇതെപ്പോൾ മുകളിലേക്ക് വരുന്നോ അപ്പോൾ മാത്രമേ ഇത് വർക്ക് ചെയ്യുകയുള്ളൂ. നമുക്ക് കൺട്രോൾ സപ്ലൈ ഓൺ ആക്കാം. ഇപ്പോൾ ഈ പൊസിഷനിൽ നമുക്ക് വെള്ളമില്ലാത്ത കണ്ടീഷനാണ്. നമ്മുടെ പമ്പ് ഡ്രൈ റൺ ആകാൻ പാടില്ല. ഈ കണ്ടീഷനിൽ ഇത് നമ്മുടെ മോട്ടോർ വർക്ക് ചെയ്യുന്നതല്ല. അതായത് ഈ കോൺടാക്ടർ ക്ലോസ് ആകുന്നതല്ല. ഇത് എപ്പോൾ മുകളിലേക്ക് ആകുന്നോ, അതായത് വെള്ളം എപ്പോൾ നമ്മുടെ കിണറ്റിൽ വരുന്നോ അപ്പോൾ മാത്രമേ ഇത് ഓൺ ആവുകയുള്ളൂ. നമുക്ക് കാണാം, ഇവിടെ താഴേക്ക് ഇട്ടാൽ ഇത് ഓഫാകും. ഈ ഇൻഡിക്കേഷനും ഓഫാകുന്നതായി കാണാം. താഴേക്ക് പോയാൽ ഇത് ഓഫാകും. മുകളിലേക്ക് വന്നാൽ ഇത് ഓൺ ആകുന്നതാണ്. കൂടാതെ ഇതിൻ്റെ ട്രിപ്പ് ഇൻഡിക്കേഷൻ എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതിലിപ്പോൾ ട്രിപ്പ് ആകാനായിട്ട് ലോഡൊന്നും കണക്ട് ചെയ്തിട്ടില്ല. അതിനായി ഇവിടെ ഒരു ടെസ്റ്റ് ബട്ടൺ ഉണ്ട്. ഈ OLRന്റെ ഫംഗ്ഷൻ മുഴുവനായി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഇതിൻ്റെ പവർ വയറിംഗ് പറയുകയാണെങ്കിൽ, പവർ വയറിംഗ് ഞാൻ ആദ്യം കാണിച്ചു. സിംഗിൾ ഫേസിൻ്റെയും 3 ഫേസിൻ്റെയും പവർ വയറിംഗ് ഞാൻ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നും ഡ്രോയിങ് സേവ് ചെയ്തെടുക്കാവുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക്, നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ ഡ്രോയിങ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. tripletext4u.com എന്നാണ് അതിന്റെ പേര്. ഗൂഗിളിൽ tripletext4u.com എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്താവുന്നതാണ്. എല്ലാം കൂടി വിവരിച്ചാൽ ഒരുപാട് ടൈം എടുക്കും. ഇപ്പോൾ തന്നെ ഒരുപാട് ടൈം ആയിട്ടുണ്ട്.
കൺട്രോൾ വയറിംഗ് പഠിക്കണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാനിത് വളരെ ലളിതമായി വിവരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിനുള്ള മറുപടി എത്രയും പെട്ടെന്ന് ഞാൻ നൽകുന്നതാണ്. പലരും എന്നോട് ചോദിച്ച ഒരു കാര്യമായിരുന്നു ഇത് കംപ്ലീറ്റ് ആയിട്ട് വയറിംഗ് ചെയ്ത് കാണിക്കണമെന്ന്, ലൈവ് കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നതാണ് പുതിയ വീഡിയോകൾ ചെയ്യാൻ. നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിന് നന്ദി. വീഡിയോകൾക്ക് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.